ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾ വീഡിയോ എടുക്കുമ്പോൾ തന്നെ കാണുന്നത് സബോളയും തക്കാളിയും പച്ചമുളകൊക്കെ അരിഞ്ഞ് വെച്ചതാണല്ലേ. അപ്പോൾ ഞാനൊരു തട്ടിക്കൂട്ട് ബർഗർ ഉണ്ടാക്കാനാണ് പോണത്. ശരിക്കും ബർഗറിൻ്റെ സാധനങ്ങൾ ഇതെല്ലാം എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതിന് ആദ്യം പറയണത് ഇതൊരു തട്ടിക്കൂട്ട് ബർഗറാണെന്ന്. അപ്പോൾ അതിലേക്ക് വേണ്ടതാണ് 2 സബോള ചെറുതാക്കി അരിഞ്ഞത്, പിന്നെ ചെറിയൊരു പച്ചമുളക്, തക്കാളി, 2 തണ്ട് കറിവേപ്പില. അപ്പോൾ ചിക്കൻ്റെ ബർഗറാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ചിക്കൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടി ഇട്ടിട്ട് കുക്കറിൽ വേവിച്ചെടുത്തതാണ് കേട്ടോ. എന്നിട്ട് അത് ചെറുതായിട്ട് ഇങ്ങനെ പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനൊരു മസാല തയ്യാറാക്കാം. അപ്പോൾ ചട്ടി ചൂടായതിന് ശേഷം നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിലൊന്ന് ചൂടാകുമ്പോൾ നമുക്ക് അതിലേക്ക് ഈ അരിഞ്ഞ് വെച്ച 2 സബോള അതിലേക്ക് ഇടാം. കുറച്ച് ഉപ്പിട്ടിട്ടൊന്ന് നന്നായി വഴറ്റിയെടുക്കണം. അപ്പോൾ ഞാൻ ഒരു കയ്യിൽ ഫോണും ഒരു കൈയായിട്ട് ഇതൊക്കെ ചെയ്യാണ്. അപ്പോൾ അതിൻ്റേതായ കുറച്ച് മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങളതൊക്കെ ഒന്ന് ക്ഷമിക്കണം കേട്ടോ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നല്ലോണം ബ്രൗൺ കളറാവുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കൊന്നും വേണ്ട. അപ്പോൾ നല്ലോണം ഒന്ന് വഴറ്റിയെടുത്ത് നമുക്ക് അതിലേക്ക് ഒന്ന് നന്നായി വഴഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് ചെറിയൊരു തക്കാളിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളൂ. പിന്നെ ഒരു ചെറിയൊരു പച്ചമുളകും. എരിവൊന്നും അധികം വേണ്ട, കുട്ടികളൊക്കെ കഴിക്കണതല്ലേ വിചാരിച്ചിട്ട് ഞാൻ ചെറിയൊരു പച്ചമുളക് തന്നെ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇത് മൂന്നും കൂടിയിട്ടൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അതൊന്ന് നന്നായി വഴഞ്ഞു വരുമ്പോൾ 2 തണ്ട് കറിവേപ്പില അത് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതും പാടെ ഒന്ന് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് പൊടികൾ വേണം. അപ്പോൾ പൊടികളായിട്ട് ഞാനെടുത്തതിന് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ചിക്കൻ മസാലയും ഗരം മസാലയാണ്. ഈ 3 പൊടികളാണ് കേട്ടോ എടുക്കണുള്ളൂ. മുളക് പൊടിയൊന്നും എടുക്കണില്ല. എരിവൊന്നും അധികം വേണ്ട, കുട്ടികൾ കഴിക്കണല്ലേ വെച്ചിട്ട് എരിവൊന്നും അധികം വേണ്ട വെച്ചിട്ടാണ്. അപ്പം ഈ പൊടികളൊക്കെ അതിലേക്ക് ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിൻ്റെ പച്ചമണം മാറുന്നവരൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് വേവിച്ച് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആ ചിക്കനും മറ്റേ നമ്മുടെ മസാല ഒക്കെ പാടെ കൂടിയിട്ട് ഒന്നും നന്നായി വഴറ്റി വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ മസാല ഇവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ബർഗറൊന്ന് ചൂടാക്കി എടുക്കാം. ബർഗറിൻ്റെ ബണ്ണ് നല്ല വലിയ ബണ്ണാണ്, പക്ഷേ ഇത് ചെറിയ ബണ്ണാണ് കേട്ടോ. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞ തട്ടിക്കൂട്ട് ബർഗറാണെന്നുള്ളത്. അപ്പോൾ ഇതൊന്ന് നമുക്ക് ഓയിലാണ് ഞാൻ എടുത്തിക്കുന്നത് കേട്ടോ. ഒന്ന് വെച്ചിട്ട് നമുക്ക് ഒന്ന് ചൂടാക്കി എടുക്കാം. തിരിച്ച് മറിച്ചിട്ടിട്ട് 2 സൈഡും ചൂടാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഞാൻ മിൽക്കൊരു മയോണൈസാണ് വേണ്ടത്. മയോണൈസ് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ, കടയിൽ നിന്ന് മേടിച്ചതൊന്നുമല്ല. അപ്പോൾ നമുക്കിതിൻ്റെ ഫില്ലിങ് തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ ആദ്യം ഒരു മുറിച്ച് വെച്ച ഒരു ബണ്ണിൻ്റെ അടിഭാഗം എടുത്തിട്ട് അതിലേക്ക് ആദ്യം കുറച്ച് മയോണൈസ് തേച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഈ ഉണ്ടാക്കി വെച്ച മസാല ഉണ്ടല്ലോ അത് അതിൻ്റെ മേലെ ഒന്ന് ഫില്ലാക്കി കൊടുക്കുക. ചെറിയ ബർഗർ ആവുക കാരണം നമുക്ക് തോനെ മസാല ഒന്നും വെക്കാനൊന്നും പറ്റില്ല, കുറച്ച് തന്നെ വെക്കാൻ പറ്റുള്ളൂ കേട്ടോ. തോനെ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് പുറത്തേക്ക് പോകും. അപ്പോൾ കുറച്ച് തന്നെ ഞാൻ ബണ്ണിൽ വെച്ചിട്ടുള്ളൂ. ഇനി വേറെ അതിൻ്റെ മേലെ വെക്കണ ബണ്ണെടുത്തിട്ട് അതിലും കുറച്ച് മയോണൈസ് ഒന്ന് തേച്ച് പിടിപ്പിക്കാം. എന്നിട്ട് അതൊന്ന് ആയതിനു ശേഷം നമുക്ക് ആ ബണ്ണിൻ്റെ മേലെ ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. അങ്ങനെ എല്ലാ ബന്നും ചെയ്തെടുക്കണം. അപ്പോൾ അടുത്തൊരു ബന്നും കൂടി ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാണ്. അപ്പോൾ ഒക്കെ പാടെ മുറിച്ച് വെച്ച കാരണം ഏതാ അടിഭാഗത്തത്തെ ഏതാ മേലെ ഭാഗത്തത്തെ നോക്കിയിട്ടാണ് ഞാൻ എടുക്കണം കേട്ടോ. അതാണ് ഞാൻ ഓരോന്നും ഇങ്ങനെ എടുത്ത് നോക്കണത്. അങ്ങനെ അടുത്തൊരു ബന്നിൻ്റെ അടിഭാഗം കൂടി എടുത്തിട്ട് അതിലും കുറച്ച് മയോണൈസ് തേച്ച് നമ്മുടെ മസാല വെക്കുക. കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. ഇവിടെ മഷുറാക്കും മുത്തുബനൊക്കെ നല്ലോണം ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ലോണം ഇഷ്ടമായിരിക്കണം, അവർക്ക് നല്ല രസമുണ്ട് എന്നൊക്കെ അവർ പറഞ്ഞു. അങ്ങനെ അടുത്ത ബണ്ണിൽ ആ ഫില്ലിങ് വെച്ചിട്ട് മറ്റേ ബണ്ണിൽ നമുക്ക് മയോണൈസ് വെച്ചിട്ട് ഇത് അതിൻ്റെ മേലെ വെക്കാം കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ വ്യൂസൊക്കെ കുറവാണ് നമ്മുടെ വീഡിയോസിന്. അപ്പോൾ നിങ്ങളുടെ സഹകരണം ഉണ്ടെങ്കിലാണ് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ എല്ലാവരും ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ എല്ലാ ബർഗറും ഞാൻ ഫില്ല് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കാൻ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലും നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ഓക്കെ, ബായ്, അസ്സലാമു അലൈക്കും.